നമസ്കാരം. ആദ്യമായാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തോളം തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. കൂട്ടലുകളും കിഴിക്കലുകളുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രമല്ല, അണികളും സോഷ്യൽ മീഡിയയിൽ അരങ്ങുവാഴുകയാണ്. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഔദ്യോഗികമായി പറഞ്ഞത് LDFന് 90-ലധികം സീറ്റ് കിട്ടുമെന്നാണ്. എങ്കിലും 75 സീറ്റിൽ അധികം കിട്ടില്ല എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. UDFന്റെ 3 മുതൽ 5 വരെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിലും 25-ലധികം സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് CPM ആശങ്കപ്പെടുന്നു. 10ഓളം മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം 3000-ൽ താഴെയാവും. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടമടക്കം CPM കോട്ടകളിലൊക്കെ ഭൂരിപക്ഷം ഗണ്യമായി കുറയും. CPM വിമതർ ആരും ജയിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴും അമ്പലപ്പുഴയിൽ സുധാകരൻ്റെ വിജയം ഉറപ്പാണെന്ന് CPM ആശങ്കപ്പെടുന്നു. കൂടാതെ തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും CPMന് ആശങ്കയുണ്ട്. കോൺഗ്രസ് വൃത്തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കുറഞ്ഞത് 75 സീറ്റ് കിട്ടുമെന്ന് എല്ലാ നേതാക്കളും ഒരുപോലെ പറയുന്നു. 80 മുതൽ 85 വരെ സീറ്റ് കിട്ടുമെന്നാണ് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. UDF ഓരോ മണ്ഡലവും തിരിച്ചുകൊണ്ട് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരെ എന്നതിനെക്കുറിച്ചും മന്ത്രിമാരാരൊക്കെ എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അനേകം ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിവിധ ടൂളുകളിലൂടെ തെരഞ്ഞെടുപ്പ് വിജയസാധ്യതയെ വിലയിരുത്തുന്നുണ്ട്. ഇവരോരോരുത്തരും തിരഞ്ഞെടുക്കുന്നത് ഓരോ മോഡലുകളാണ്. ചിലർ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ്, കമൻറ്റുകൾ ഇവയൊക്കെ വെച്ചാണ് വിലയിരുത്തുന്നതെങ്കിൽ ചിലർ മറ്റ് പല മാനദണ്ഡങ്ങളും നോക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായി ഇത്തരമൊരു വിലയിരുത്തൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വിലയിരുത്തൽ നടത്തിയിരിക്കുന്ന ആളുടെ പ്രത്യേകതയും അയാളുടെ മോഡലും തന്നെയാണ് ഈ വിലയിരുത്തലിന് വില കൊടുക്കാൻ, വിശ്വാസ്യത കൊടുക്കാനും സാധ്യത തോന്നുന്നത്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉന്നത പദവി അലങ്കരിച്ചിട്ടുള്ള ടോണി തോമസ് എന്ന പാലാക്കാരൻ്റെ വിലയിരുത്തലാണത്. പ്രോബബിലിറ്റി മോഡൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലുള്ള ട്രെൻഡുകളും പ്രീ സർവേകളും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളും ഒക്കെ സംയുക്തമായി വിലയിരുത്തിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണ് ഇത്. സിഗ്നിഫൈ, ഫിലിപ്സ്, നിസാം, സിറ്റി ബാങ്ക്, വോഡഫോൺ, ഏണസ്റ്റ് ആൻഡ് യങ് തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ ഉയർന്ന പദവി വഹിച്ചിട്ടുള്ള ടോണി തോമസിൻ്റെ വിലയിരുത്തൽ ഏതാണ്ട് യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്ന് വേണം പറയാൻ. ടോണി ഇങ്ങനെ എഴുതുന്നു: 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഏപ്രിൽ 9 പൂർത്തിയായി. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR നടത്തിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം ഏകദേശം 78.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി പ്രാഥമിക കണക്കുകൾ കാണിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ആ വോട്ടുകൾ മെയ് 4 എണ്ണി ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പക്ഷെ ഫലം എന്താവും എന്നതാണല്ലോ ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതിനുള്ള ഉത്തരത്തിനായുള്ള ശ്രമമാണ് ഈ വിശകലനം. ഇതൊരു സർവേയോ പ്രവചനമോ അല്ല, മറിച്ച് ഒരു പ്രോബബിലിറ്റി മോഡലാണ്. ഇത് മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, തെരഞ്ഞെടുപ്പ് ട്രെൻഡ് ലൈനുകൾ, 140 മണ്ഡലങ്ങളിലുള്ള വോട്ട് വ്യതിയാനങ്ങൾ, SIR വഴി പുതുക്കിയ വോട്ടർ പട്ടിക, സ്ഥാനാർത്ഥി തലത്തിലുള്ള ഘടകങ്ങൾ, മൂന്നാം മുന്നണിയുടെ സ്വാധീനം, പാർട്ടികൾക്കുള്ളിലെ അപസ്വരങ്ങൾ, മതസാമൂഹിക ഗ്രൂപ്പുകളുടെ പ്രവണത, പ്രീപോൾ സർവേ ഡാറ്റ, അങ്ങനെ പല ഡാറ്റാ പോയിന്റുകൾ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. ഇതിൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഗതി മനസ്സിലാക്കുക എന്നതാണ്. കേരളം മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാകുന്ന ഒരു പ്രധാന സവിശേഷതയുണ്ട്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭരണമാറ്റത്തിൻ്റെ ആദ്യ സൂചനകളാണ്. 1995 മുതൽ നടന്ന 6 തെരഞ്ഞെടുപ്പ് ചക്രങ്ങളിലും ലോക്കൽ തലത്തിൽ മുന്നിൽ നിന്ന മുന്നണി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് യാദൃച്ഛികമല്ല. കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ ബോധം, പാർട്ടി തിരിച്ചറിവ്, കൂട്ടുകക്ഷി സ്ഥിരത എന്നിവ കാരണം സംഭവിക്കുന്നതാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ഗതി ആദ്യം സൂചിപ്പിക്കുന്നിടമാണ്, പിന്നീട് അത് നിയമസഭാ ഫലമായി മാറുന്നു. ഇക്കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുൻതൂക്കമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 75-90 സീറ്റുകളിൽ 60-70% സാധ്യത പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ പുതുക്കിയ മോഡൽ ആ ദിശ മാറ്റുന്നില്ല, മറിച്ച് കൂടുതൽ ഡാറ്റാ പോയിന്റുകൾ ഉപയോഗിച്ച് അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകൾ 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 12 ലക്ഷത്തോളം വോട്ടുകൾ അധികം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 110 മണ്ഡലങ്ങളിൽ വോട്ടുകൾ വർദ്ധിച്ചു, ബാക്കി 30 മണ്ഡലങ്ങളിൽ കുറയുകയും ചെയ്തു. പകുതിയോളം മണ്ഡലങ്ങളിൽ 2021 വിജയിയുടെ ഭൂരിപക്ഷം പകുതിയേക്കാൾ കൂടുതലായ വോട്ട് വ്യത്യാസം രേഖപ്പെടുത്തി. ഇവയാണ് തെരഞ്ഞെടുപ്പ് യഥാർത്ഥ പോരാട്ട മേഖല. ചെറിയ മാറ്റങ്ങൾ പോലും ഫലം മാറ്റാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അതായത് കേരളത്തിൽ ഏകദേശം ഓരോ 2 മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരം കടുപ്പമാണ്. 2021 താരതമ്യം ചെയ്യുമ്പോൾ പോൾ ചെയ്ത വോട്ടുകൾ കുറഞ്ഞ 30 മണ്ഡലങ്ങളെ വിശകലനം ചെയ്താൽ ഇടുക്കി മേഖലയിലെ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ 10,000 മുതൽ 12,000 വരെ വോട്ട് കുറഞ്ഞത്
SIR മൂലം തൊഴിലാളികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിൻ്റെ ഫലമാണെന്ന് കാണാം. ഇത് രാഷ്ട്രീയ മാറ്റമല്ല. എന്നാൽ കോട്ടയം ആലപ്പുഴ മേഖലയിൽ കാണുന്ന കുറവ് യഥാർത്ഥ രാഷ്ട്രീയ മാറ്റമാണ്. കേരള കോൺഗ്രസ് വിഭജനം, ക്രിസ്ത്യൻ വോട്ടർമാരുടെ മാറ്റം എന്നിവയുടെ സൂചനയാണിത്. തിരുവനന്തപുരം പാലക്കാട് ഭാഗങ്ങളിൽ കാണുന്ന കുറവ് ത്രികോണ മത്സരത്തിന് ഫലമായോ ഭരണവിരുദ്ധ വികാരമോ ആവാം. വോട്ടുകൾ വർദ്ധിച്ച പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ വർധന മലപ്പുറം ജില്ലയിലാണ്. മുസ്ലിം ലീഗ് ശക്തമായ മണ്ഡലങ്ങളിൽ പലതിലും 30,000-ലധികം വോട്ടുകൾ വർദ്ധിച്ചു. മൊത്തത്തിൽ ഏകദേശം 4.2 ലക്ഷം വോട്ടുകൾ കൂടി. ഇത് മുസ്ലിം ലീഗ് സുരക്ഷിത മണ്ഡലങ്ങളായതിനാൽ സീറ്റ് എണ്ണം മാറാൻ കാരണമാവില്ല. മറിച്ച് മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയുടെ സൂചനയാണ്. യഥാർത്ഥ മാറ്റം വരാൻ സാധ്യതയുള്ള വളരെ കുറഞ്ഞ മാർജിനുള്ള നിലവിലെ LDF മണ്ഡലങ്ങളിലാണ്. ഉദാഹരണത്തിന് കുറ്റ്യാടി, അഴീക്കോട്, മാനന്തവാടി എന്നിവിടങ്ങളിൽ 8,000-10,000 വോട്ട് വർധന അവിടുത്തെ ഫലം മാറ്റാൻ സാധ്യതയുണ്ട്. ഈ ഡാറ്റ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ട്രെൻഡുമായി ചേർത്ത് നോക്കുമ്പോൾ ചിത്രത്തിന് കൂടുതൽ വ്യക്തത വരും. 2021 LDF 99 സീറ്റുകൾ നേടി, UDF വെറും 41. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF 140-ൽ 111 മണ്ഡലങ്ങളിൽ മുമ്പിലെത്തി. 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇതേ ദിശയിൽ പോയി. 2026 ഇപ്പോൾ കാണുന്ന ഡാറ്റ അതേ UDF മുന്നേറ്റം തുടരുന്നതായി കാണിക്കുന്നു. ഇത് പല തെരഞ്ഞെടുപ്പുകളിലായി കാണുന്ന ട്രെൻഡാണ്. പ്രദേശങ്ങളനുസരിച്ച് നോക്കുമ്പോൾ മലബാർ ശക്തമായ UDF കോട്ടയാണ്. മധ്യ കേരളത്തിൽ ബലാബല മത്സരമാണ്. തെക്കൻ കേരളത്തിൽ മത്സരം, പ്രത്യേകിച്ച് തിരുവനന്തപുരം BJP സാന്നിധ്യം മൂലം കൂടുതൽ സങ്കീർണമാണ്. വടക്ക് ശക്തി ഉറപ്പാക്കുന്നു, മധ്യ കേരളം ഫലം നിർണ്ണയിക്കുന്നു, തെക്ക് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. NDAയുടെ പങ്ക് നിർണായകമാണ്. സർക്കാർ രൂപീകരിക്കാൻ സാധ്യത കുറവാണെങ്കിലും അവർക്ക് 5-10 മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് 15-20 മണ്ഡലങ്ങളിൽ 8 മുതൽ 12% വോട്ടുകൾ നേടി അവിടുത്തെ ഫലങ്ങളെ അവർ സ്വാധീനിക്കുന്നു. ത്രികോണ മത്സരത്തിൽ BJP നേടുന്ന ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ പലപ്പോഴും LDF വോട്ടുകൾ കുറയ്ക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ മേഖലകളിൽ. പുറത്തു വന്നിട്ടുള്ള പ്രീപോൾ സർവേ ഡാറ്റകളും ഇതേ ദിശയാണ് സൂചിപ്പിക്കുന്നത്. UDFന് 69 മുതൽ 98 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേകൾ പറയുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ്. പ്രമുഖമായ ഒരു സർവേയും LDFന് ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. ഇനിയാണ് ഇതിൻ്റെ കാതൽ. നമ്മുടെ മുൻപിലുള്ള പല ഡാറ്റയും ചേർത്ത് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് 5 സാധ്യതകൾ കാണാം. ഒന്നാമതായി 57% സാധ്യത. UDF 82-95 സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കാമെന്നാണ് കാണിക്കുന്നത്. അതായത് 5 സാധ്യതകളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത, അതായത് 57% സാധ്യത 82-നും 95 സീറ്റിനും ഇടയിൽ UDF നേടുമെന്നാണ്. രണ്ടാമതായി 22% സാധ്യതയിൽ 95 മുതൽ 110 വരെ സീറ്റുകൾ നേടി UDF വലിയ മുന്നേറ്റം നടത്താം. രണ്ടാമത്തെ സാധ്യത 22% പറയുന്നു. അവർ 95 മുതൽ 110 വരെ സീറ്റുകൾ UDF നേടുമെന്ന് പറയുന്നു. പിന്നെയുള്ളത് 8% സാധ്യതയാണ്. അതാണ് മൂന്നാമത്തെ സാധ്യത. 8% സാധ്യത 110-ൽ കൂടുതൽ സീറ്റുകൾ UDF നേടുന്ന വലിയ വിജയവും ഉണ്ടാകും. നോക്കുക, 3 സാധ്യതകളും UDFൻ്റെ വിജയമാണ്. അതിൽ ഏറ്റവും കുറച്ച് പറയുന്നത് 82 മുതൽ 95 വരെയാണ്. രണ്ടാമത്തെ സാധ്യത 95 മുതൽ 110 വരെ. മൂന്നാമത്തെ സാധ്യത 110-ന് മുകളിൽ. നാലാമത്തെ സാധ്യത 5% സാധ്യത UDF ചെറിയ ഭൂരിപക്ഷത്തിൽ 71 മുതൽ 75 വരെ കഷ്ടി ജയിക്കുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ 91% പേരും UDF ജയിക്കുമെന്ന് പറയുന്നു. അതിൽ മഹാഭൂരിപക്ഷം പേരും UDFന് 82 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു. 5% UDF ജയിക്കുമെന്ന് പറഞ്ഞാൽ 82-ൽ താഴെ കാണിക്കുന്നത്. എന്നാൽ മറുവശത്ത് 8% സാധ്യതയിൽ മാത്രം LDF 71-75 സീറ്റുകൾ നേടി ഭരണത്തിൽ നിലനിൽക്കും. LDFന് അനുകൂലമായി കണക്കാക്കുന്നത് 8%. അതുപോലും പറയുന്നത് 71 മുതൽ 75 സീറ്റ് വരെ എന്നാണ്. ഇൻകംബൻസി സ്ട്രെങ്തും മറ്റു ഫാക്ടേഴ്സും എല്ലാം നോക്കിയാൽ UDF സർക്കാർ രൂപീകരണ സാധ്യത 60-70%. ഇതെല്ലാം നോക്കിയിട്ട് അവർ പറയുന്നു 60 മുതൽ 70% വരെ UDF വിജയ സാധ്യത. മണ്ഡലത്തിൽ ഇത് മോഡൽ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഫലം UDF ആകെ 91 സീറ്റുകൾ നേടുമെന്ന് കണക്കാക്കുന്നതാണ്. ഇതിൽ 11 80%-ന് മുകളിൽ വിജയ സാധ്യതയുള്ളതാണ്. 9 സീറ്റുകൾ വിജയിക്കാൻ 70% വരെ സാധ്യതയുണ്ട്. ഇതിനു പുറമെ 53 സീറ്റുകൾ UDF 60% വരെ വിജയ സാധ്യതയും 18 സീറ്റുകളിൽ 55% വരെ സാധ്യതയുണ്ട്. LDFന് 47 സീറ്റുകളാണ് സാധ്യത കാണുന്നത്. ഇതിലും ഒന്ന് മാത്രം 80%-ന് മുകളിൽ വിജയ സാധ്യതയുള്ള സുരക്ഷിത സീറ്റാണ്. 7 എണ്ണത്തിൽ വിജയിക്കാൻ 70% വരെ സാധ്യതയുണ്ട്. 26 സീറ്റുകളിൽ LDF 60% വരെ വിജയ സാധ്യതയും 12 എണ്ണത്തിൽ 55% വരെ സാധ്യതയുമുണ്ട്. ഒരു സീറ്റ് 55%-ന് താഴെ വിജയ സാധ്യതയുള്ള അനിശ്ചിതത്വത്തിലാണ്. മൊത്തം കണക്കിൽ LDFന് ഏറ്റവും പ്രവചനാതീതമായ സീറ്റും ഇതാണ്. NDA 2 സീറ്റുകൾ നേടുമെന്ന് കാണുന്നത്. ഇവ വീണ്ടും 55%-ൽ താഴെ വിജയ സാധ്യതയുള്ളവരാണ്. അതിനാൽ ഈ പട്ടികയിൽ ഏറ്റവും അനിശ്ചിതത്വമുള്ള പ്രവചനം ഇവയാണ്. അതുകൊണ്ട് NDA 1-0 നേടിയാലും അത്ഭുതമില്ല. ഇവർ പറയുന്നു NDA 2 നേടാൻ സാധ്യതയുണ്ട്, പക്ഷേ 55% സാധ്യതയുള്ളൂ. ഒരു പക്ഷേ 0 നേടിയെന്ന് വരാം, 1-ൽ ഒതുങ്ങിയെന്ന് വരാം.
ഓർക്കുക, ഇത് പ്രോബബിലിറ്റി ഉപയോഗിച്ചുള്ള പ്രൊജക്ഷനാണ്, വോട്ടർമാരുടെ മനസ്സറിഞ്ഞുള്ള പ്രവചനമല്ല. വെറും 2% വോട്ട് മാറ്റം 10-15 സീറ്റുകളെ മാറ്റാൻ കഴിയും. ഫലം വരുന്ന ദിവസം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൃശൂർ, കോട്ടയം, ആലപ്പുഴ മേഖലയിൽ UDF എത്രത്തോളം വിജയിക്കുന്നു, തിരുവനന്തപുരം മേഖലയിൽ NDAയുടെ പ്രകടനം, LDFിൻ്റെ 20ഓളം മിഡ് മാർജിൻ മണ്ഡലങ്ങളുടെ ഫലം. ചുരുക്കി പറഞ്ഞാൽ 2026 ഒരു ഭരണമാറ്റത്തിന് തെരഞ്ഞെടുപ്പാവാനാണ് സാധ്യത. ഗ്രൗണ്ട് ലെവൽ സിഗ്നലുകൾ, വോട്ട് കണക്കുകൾ, തെരഞ്ഞെടുപ്പ് ട്രെൻഡ് എല്ലാം ഒരേ ദിശയിലാണ്. ദിശ കൃത്യവും വ്യക്തവുമാണ്. UDF മുൻതൂക്കം, സീറ്റ് പരിധി 82 മുതൽ 95 വരെ, സാധ്യത 60 മുതൽ 70% വരെ. വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഫലം പുറത്തുവരിക മാത്രമാണ്. മെയ് 4 തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുകയല്ല, മറിച്ച് ഏപ്രിൽ 9 വോട്ടർമാർ എന്തു തീരുമാനിച്ചുവെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സാധ്യത അവലോകനം അതിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ്.